നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇടുക്കി രാജാക്കാട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനം പുറകോട്ടുരുണ്ട് കാറിലിടിച്ച അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാർ ഷട്ടർ തകർത്ത് സമീപത്തുണ്ടായിരുന്ന ബാങ്കിലേക്ക് ഇടിച്ചു കയറി. ബാങ്കിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. അടിമാലി മേഖലയിലെ ദേവിയാർ പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് തുടരുന്നു. വിവിധയിടങ്ങളിൽ ശുചിമുറി മാലിന്യങ്ങളടക്കം പുഴയിലേക്ക് തള്ളി. പുഴയെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് പഞ്ചായത്ത് ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി. കാട്ടുകൊമ്പൻ പടയപ്പ മതപ്പാടിൽ തുടരുന്ന സാഹചര്യത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ്. മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ അന്തർ സംസ്ഥാന പാതയിലിറങ്ങി പരാക്രമം നടത്തി. കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആറാട്ടിയും നിരീക്ഷിക്കുന്നു. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കാൻ നീക്കം. സംസ്ഥാനത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 സീറ്റുകൾ കുറയുമെന്ന് സൂചന. ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ ജോയി വെട്ടിക്കുഴിക്ക് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി രാജാക്കാട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനം പുറകോട്ടുരുണ്ട് കാറിലിടിച്ച അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാറ് ഷട്ടർ തകർത്ത് സമീപത്തുണ്ടായിരുന്ന ബാങ്കിലേക്ക് ഇടിച്ചു കയറി. ബാങ്കിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. വാഹനം ഉരുണ്ടെത്തിയപ്പോൾ സമീപത്തു നിന്ന് സംസാരിച്ചിരുന്നവർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ക്വാളിറ്റി കറി പൗഡറിന്റെ വാഹനമാണ് ഇടിച്ചു കയറിയത്. അലക്ഷ്യമായി വാഹനം പാർക്ക് ചെയ്തതാണ് അപകട കാരണമെന്നും നാട്ടുകാരടക്കം പറയും. കഴിഞ്ഞ ദിവസമാണ് രാജാക്കാട് ടൗണിൽ അപകടം നടന്നത്. രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ ലോഡ്ജിന് സമീപം വാഹനം നിർത്തിയതിനു ശേഷം ഡ്രൈവർ മുറിയിലേക്ക് പോയി. രാത്രി 8:30 വാഹനം തനിയെ പുറകോട്ടുരുണ്ട് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ കാറ് കോടിയൽ ഗ്രാമീൺ എന്ന സ്വകാര്യ ബാങ്കിന്റെ ഷട്ടർ തകർത്ത് അകത്തേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. അപകടം നടക്കുന്ന സമയത്ത് സമീപത്ത് സംസാരിച്ചു നിന്നവർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടതും തലനാരിഴയ്ക്ക്. ഹോൾഡ്. ക്വാളിറ്റി കറി പൗഡറിൻ്റെ വാഹനം ഇടിച്ച് നമ്മുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിലിടിക്കുകയും ആ കാറിടിച്ച് നമ്മുടെ ഷട്ടറും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഗ്ലാസും ബാങ്കിൻ്റെ സെൻസറും സെക്യൂരിറ്റി അലാമും അടക്കമുള്ള ഉപകരണങ്ങളും തകരാറിലായിട്ടുണ്ട്. ഇന്നിപ്പോൾ ബാങ്ക് നമുക്ക് പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ബാങ്കിന്റെ മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. ബാങ്കിന്റെ സെക്യൂരിറ്റി അലാം സിസ്റ്റം അടക്കം നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ബാങ്കിന്റെ പ്രവർത്തനവും അവതാളത്തിലായി. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള TN 99 AB 0309 എന്ന നമ്പറിലുള്ള വാഹനത്തിന് ഹാൻഡ് ബ്രേക്ക് അടക്കമുള്ള സംവിധാനങ്ങളുമില്ല. നിർത്തിയിട്ട വാഹനം പിറകോട്ട് ഉരുണ്ടുപോകാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാതെ അലക്ഷ്യമായി പാർക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം. ഇത്തരം സാഹചര്യങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്തു വരുന്ന അലക്ഷ്യമായ പ്രവർത്തനമാണ്. ഈ ഡ്രൈവർമാരൊക്കെ വണ്ടി കൊടുത്തു വരുന്ന കമ്പനികളൊക്കെ ശ്രദ്ധിക്കണം. ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ സന്ധ്യ ആയിട്ടില്ല. ഹാൻഡ് ബ്രേക്കും ഇല്ല. കൂട്ട് വണ്ടികൾക്കാണ് കൊടുത്തു വിടുന്നത്. ഈ വണ്ടികളൊക്കെ ടൗണിൽ കൊടുത്ത് പാർക്ക് ചെയ്തിട്ട് പോയി. ഇത് ഒരു കാറിൻ്റെ സംഭവത്തിലോ അല്ലെങ്കിൽ ഒരു ഷട്ടറിൻ്റെ സംഭവത്തിലോ നിന്നു. ഇത് വേറെ വല്ലയിടത്തുവാണെങ്കിൽ ഇത് സംഭവിച്ചതിനെ ഒരുപാട് ദൂരം പോവുകയോ അല്ലെങ്കിൽ ടൗണിലേക്ക് ഇറക്കി ഒതുക്കിക്കൊണ്ടു പാർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ഇത്രയും സംഭവിച്ചത്. സ്വകാര്യ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുവാൻ ഓടുന്ന ഇത്തരം വാഹനങ്ങൾ പലതും തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ളതാണ്. ഇതിനാകട്ടെ മതിയായ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാത്തതാണെന്നും ഇത്തരം വാഹനങ്ങൾ കൃത്യമായി പരിശോധന നടത്തുവാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. നോക്കാം ഇനി സിറ്റി വിഷൻ പരമ്പര. മാലിന്യം നിറഞ്ഞ മലയോരം. അടിമാലി മേഖലയിലെ ദേവിയാർ പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് തുടരുകയാണ്. വിവിധയിടങ്ങളിൽ ശുചിമുറി മാലിന്യങ്ങളടക്കം പുഴയിലേക്കാണ് തള്ളുന്നത്. പുഴയെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് പഞ്ചായത്ത് ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി ഉയരുന്നു. ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗം K. ബുൾബേന്ദ്രനും പഞ്ചായത്ത് അംഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചാക്കിൽ കെട്ടി നിക്ഷേപിച്ച മാലിന്യത്തിൽ നിന്നും നിക്ഷേപിച്ചവരുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാലിന്യ നിക്ഷേപകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്തും വ്യക്തമാക്കി. വേനലിൽ ജലസ്രോതസ്സുകൾ വറ്റിവരണ്ട് കുടിവെള്ളം പോലും കിട്ടാക്കനിയായി മാറുന്ന ഘട്ടത്തിലാണ് ഉള്ള വെള്ളവും മാലിന്യം നിറച്ച് വിഷമാക്കി മാറ്റുന്നത്.
പെരിയാറിന്റെ കൈവഴിയായ ദേവിയാർ പുഴ ഉത്ഭവം മുതൽ മാലിന്യം പേറിയാണ് ഒഴുകുന്നത്. മച്ചിപ്ലാവ് പറക്കുടിസിറ്റി ഭാഗത്ത് വ്യാപകമായി ചാക്കിൽ കെട്ടി മാലിന്യങ്ങൾ ദേവിയാർ പുഴയിലേക്ക് തള്ളുകയാണ്. അറവു മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും അടക്കമുള്ള മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പുഴ. വൻതോതിൽ മാലിന്യം തള്ളുന്നെന്ന നാട്ടുകാരുടെ പരാതിയിൽ ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗം കെ ബുൾബേന്ദ്രനും ഗ്രീൻ കെയർ കേരള ജില്ലാ പ്രസിഡന്റ് അലിയ ദേവി പ്രസാദ്, പഞ്ചായത്ത് അംഗം എന്നിവർ നേരിട്ടെത്തി പരിശോധന നടത്തി. ചാക്കിൽ കെട്ടി നിക്ഷേപിച്ച മാലിന്യത്തിൽ നിന്നും വിലാസമടങ്ങിയ ബില്ലടക്കം ലഭിക്കുകയും ചെയ്തു. ടൺ കണക്കിന് അറവ് മാലിന്യങ്ങളും കോഴി വേസ്റ്റും പച്ചക്കറി വേസ്റ്റും എന്തിനേറെ താലൂക്ക് ആശുപത്രിയുടെ ലേബലുള്ള ആശുപത്രിയല്ല തട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ ചാക്ക് പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായത് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ല് വരെ കിട്ടി, ആളെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തരം പഴയ തനതും മീനുകളുണ്ടായിരുന്ന സ്ഥലമാണിത്. അതെല്ലാം ഇന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു. യാതൊരു ഉപയോഗപ്പെടുത്ത ആൾക്കാർക്ക് ഇതുകൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗവും പ്രതികരിച്ചു. അതിപ്പോൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ ഭരണാധികാരികളെ നേരിട്ട് തന്നെ ഞാൻ വിളിച്ചു പറയുകയും അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും തക്കതായ പണിഷ്മെന്റ് ഉൾപ്പെടെ അവർക്ക് ഫൈൻ ഈടാക്കുകയും ചെയ്യുന്നതായിരിക്കും. എൻ്റെ വാർഡിൽ ഇനി യാതൊരു കാരണവശാലും ഇങ്ങനെയൊരു കാര്യം ഞാൻ അനുവദിച്ചു നൽകുന്നതല്ലായിരിക്കും. അതേസമയം ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്ന മാലിന്യ നിക്ഷേപം തടയുന്നതിനും പിഴ ഈടാക്കുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട ഗ്രീൻ കെയർ കേരള ജില്ലാ കളക്ടർക്കടക്കം പരാതിയും നൽകി. സിറ്റി വിഷൻ, അടിമാലി. കാട്ടുകൊമ്പൻ പടയപ്പ മതപ്പാടിൽ തുടരുന്ന സാഹചര്യത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ്. മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ അന്തർ സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ ഇറങ്ങി വലിയ പരാക്രമണം നടത്തുന്നത് പ്രതിസന്ധിയാവുകയാണ്. മതപ്പാടിലുള്ള കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും നിരീക്ഷിച്ചും വരുന്നുണ്ട്. മൂന്നാറിലെ ജനവാസ മേഖലകളിൽ സ്ഥിരം സാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മതപ്പാടിലാണ്. മതപ്പാടിലുള്ള കാട്ടാന പരാക്രമം തുടരുന്ന സാഹചര്യത്തിലാണ് ആളുകളോട് ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മറയൂർ മൂന്നാർ റോഡിൽ ഇറങ്ങിയ കാട്ടാന വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് നേരെ പരാക്രമം നടത്തുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിരുന്നു. ആന മതപ്പാടിലായ ശേഷം ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും പരാക്രമം നടത്തി പലവിധത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ദേവികുളം റോഡിലായിരുന്നു കാട്ടാന ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം ആന മൂന്നാർ മറയൂർ റോഡിലേക്ക് എത്തി. ആനയെ കണ്ടാൽ അടുത്തേക്ക് പോകരുതെന്നും പ്രകോപനം ഉണ്ടാക്കരുതെന്നും വനംവകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. മതപ്പാടിലുള്ള കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRTയും നിരീക്ഷിച്ചും വരുന്നു. കഴിഞ്ഞ വർഷവും മതപ്പാട് കാലയളവിൽ കാട്ടാന സമാന രീതിയിൽ പരാക്രമവും നാശനഷ്ടവും വരുത്തിയിരുന്നു. മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ സ്വൈരവിഹാരം നടത്തുന്നതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി സിറ്റി വിഷൻ പൊളിറ്റിക്കൽ ബ്രേക്കിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കാൻ നീക്കം നടത്തുന്നു എന്ന വാർത്തയാണ് വരുന്നത്. സംസ്ഥാനത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇത്തവണ 2 സീറ്റുകൾ കുറയുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അങ്ങനെയെങ്കിൽ ഇതിലൊരു സീറ്റ് ഇടുക്കിയായിരിക്കും. കോൺഗ്രസ് ഏറ്റെടുത്താൽ UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കുമെന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേസമയം ഇടുക്കി സീറ്റിൽ LDF സ്ഥാനാർത്ഥിയായി ഇത്തവണയും മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ മത്സരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഷിനു ഫിലിപ്പ് ചേരുകയാണ്. ഷിനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? കേരള കോൺഗ്രസ് ഇത്തവണ തൊടുപുഴയിൽ മാത്രമായി അങ്ങ് ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ? ഇടുക്കിക്കൊപ്പം പീരുമേടും അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിലുമൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ പേരുകൾ ഉയർന്നു കേൾക്കുന്നു, ചില പേരുകൾ വെട്ടിയെന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അത് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള ഒരു നീക്കമുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ അത് ഈ UDFനുള്ളിലെ ഒരു തർക്കത്തിലേക്ക് നീങ്ങുമോ? എന്താണ് വിവരങ്ങൾ? ഇരു മുന്നണികളും സജീവമായ സീറ്റ് നിർണയ ചർച്ചകളുമായി മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ആ സീറ്റ് നിർണയ ചർച്ചകളുടെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ LDFൽ നിന്നും നിലവിൽ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിന് സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. UDFൽ കേരള കോൺഗ്രസ് ജോസഫിൽ നിന്നും 2 സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുവാനാണ് സാധ്യത. ഈ 2 സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഇടുക്കിക്കാണ് ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. ഇടുക്കി സീറ്റില് നിലവിൽ കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുന്ന ശ്രീ ജോയ് വെട്ടിക്കുഴി സ്ഥാനാർത്ഥിയാകുവാനാണ് ഏറെ സാധ്യത. ഇതോടൊപ്പം തന്നെ കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ തോമസ് മൈക്കിളിന്റെ പേരും ഏറെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ A ഗ്രൂപ്പ് വിഭാഗത്തിൽപ്പെടുന്ന ശ്രീ ജോയ് വെട്ടിക്കുഴി ഇടുക്കി നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്തിലേക്ക് എത്തുകയാണെങ്കിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ
ഈ വിഭാഗത്തിൽപ്പെടുന്ന DCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ഷാജി പൈനടത്തിനാണ് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ 2 തവണയും സ്ഥാനാർത്ഥിയായ ശ്രീ സിറീക് തോമസ് നിസാര വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഈ വോട്ടുകൾ വണ്ടിപ്പെരിയാർ മേഖലയിൽ പുറകോട്ട് പോകുന്നതാണ് ഈ പരാജയത്തിന് കാരണം. വണ്ടിപ്പെരിയാർ സ്വദേശിയായിരിക്കുന്ന ശ്രീ ഷാജി പൈനടത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഈ വിജയത്തിന് ഏറെ സഹായകരമായിരിക്കുമെന്ന് കോൺഗ്രസ് വർത്തങ്ങൾ കണക്കുകൂട്ടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ CPI അവരുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സലീം കുമാറിന്റെ പേരിനാണ് ഏറെ പ്രാമുഖ്യം. ഇതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ആശ ആന്റണിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. BJPയിൽ ശ്രീ VC വർഗീസ്, ശ്രീ C സന്തോഷ് കുമാർ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ശ്രീ C സന്തോഷ് കുമാർ സ്ഥാനാർത്ഥിയാകുവാനാണ് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അത്തരത്തിലാണ് ഷിനു ഫിലിപ്പാണ് വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കഴിഞ്ഞ തവണ മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് പോയ ഒരു ഘട്ടത്തിലായിരുന്നു അവർക്കെതിരായി മത്സരിക്കുവാൻ വേണ്ടി ഇടുക്കി സീറ്റ് വിട്ടു നൽകിയത് കേരള കോൺഗ്രസിന്. അതിനുശേഷം ഇപ്പോൾ ആ സീറ്റ് തിരിച്ച് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ എന്തായാലും ഒരു 2 സീറ്റ് കേരള കോൺഗ്രസിന് കുറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത്തരത്തിലാണ് ഷിനു ഫിലിപ്പ വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലി ഘോഷയാത്ര നടന്നു. പശ്ചിമ കൈലാസനാഥൻ വാണരുളുന്ന രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചാണ് താലപ്പൊലി ഘോഷയാത്ര നടന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഭഗവാന്റെ അനുഗ്രഹം തേടി ഘോഷയാത്രയിലും ശിവരാത്രി മഹോത്സവത്തിലും പങ്കെടുത്തത്. രാജാക്കാട് മഹാദേവന്റെ മണ്ണിൽ ശിവരാത്രി ആഘോഷിച്ച ആയിരങ്ങൾ. പശ്ചിമ കൈലാസനാഥൻ എന്നറിയപ്പെടുന്ന രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന താലപ്പൊലി ഘോഷയാത്ര ഭക്തജന സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. NRCT ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ രഥവും വഹിച്ചുകൊണ്ടാണ് താലപ്പൊലി ഘോഷയാത്ര എത്തിയത്. പറവൂർ രാകേഷ് തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ച മഹോത്സവത്തിൽ ക്ഷേത്രം മേൽശാന്തി പുരുഷോത്തമൻ ശാന്തി, സതീഷ് ശാന്തി, മോഹനൻ ശാന്തി, രതീഷ് ശാന്തി, മണികണ്ഠൻ ശാന്തി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. മഹോത്സവത്തോടനുബന്ധിച്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പ്രസാദവൂട്ട്, വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര എന്നിവ സംഘടിപ്പിച്ചു. രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ, യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ്, യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ, ശാഖായോഗം പ്രസിഡന്റ് B സാബു, യൂണിയൻ കൗൺസിലർ IB പ്രഭാകരൻ, വൈസ് പ്രസിഡന്റ് VS ബിജു, സെക്രട്ടറി KP സജീവ് തുടങ്ങിയവർ മഹോത്സവത്തിനും താലപ്പൊലി ഘോഷയാത്രയ്ക്കും നേതൃത്വം നൽകി. വിവിധ ശാഖായോഗങ്ങൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുടുംബ യൂണിറ്റ്, ബാലജനയോഗം എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് മഹോത്സവവും ഘോഷയാത്രയും നടന്നത്. തുടർന്ന് സോപാന സംഗീതവും ശിവരാത്രി പൂജയും ആലപ്പുഴ ഇപ്റ്റിയുടെ നാടൻപാട്ടും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ആരംഭിച്ചു. വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു വന്നിരുന്ന ശിവരാത്രി ആഘോഷങ്ങളും ഇതോടെ സമാപിച്ചു. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പിതൃതർപ്പണ ചടങ്ങുകൾക്കായി അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ക്ഷേത്രങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. പുലർച്ചെ മുതൽ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശിവരാത്രി മഹോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള തന്റെ പൂർവികരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി, അല്ലെ പിതൃക്കൾക്ക് വേണ്ടി, നമ്മുടെ പൂർവികർക്ക് വേണ്ടി നടത്തുന്ന പിതൃയജ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ള പിതൃതർപ്പണം
നാനാദേശത്തു നിന്നും ഈ പുണ്യസങ്കേതത്തിലെത്തുകയും അവരുടെ പിതൃക്കളെ സ്മരിക്കുവാനുള്ള പുണ്യദിനമായി അല്ലെങ്കിൽ അതിനുള്ള ഒരു സങ്കേതമായി ശരിക്കും ശാന്തഗിരീശ്വരം മാറുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായി കരുതുന്നു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്കെത്തിയവരുടെ നീണ്ട നിര രൂപപ്പെട്ടിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം പ്രഭാത ഭക്ഷണവും ക്രമീകരിച്ചിരുന്നു. അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു വന്നിരുന്ന ശിവരാത്രി ആഘോഷവും സമാപിച്ചു. ശിവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തവണ അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. സിറ്റി വിഷൻ, അടിമാലി. ക്രിസ്തീയ മതവിശ്വാസികൾ ഇനി പ്രാർത്ഥനയുടെയും നോമ്പിന്റെയും കാലത്തിലേക്ക് കടക്കുകയാണ്. 50 നോമ്പിന്റെ തുടക്കം കുറിച്ച് വിവിധ പള്ളികളിൽ കുരിശുവര പെരുന്നാൾ ആചരിച്ചു. ക്രൈസ്തവരുടെ 50 നോമ്പിന്റെ തുടക്കം കുറിക്കുന്ന പ്രധാന ആചാരമാണ് കുരിശുവര പെരുന്നാൾ അഥവാ വിഭൂതി. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുന്ന ഈസ്റ്ററിന് മുന്നോടിയായി പള്ളികളിൽ പുരോഹിതർ വിഭൂതി കൊണ്ട് വിശ്വാസികളുടെ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുന്നു. ഇതിന് അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ്. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും. ഈ സത്യത്തെ ഓർമ്മിപ്പിക്കുന്ന പെരുന്നാൾ കൂടിയാണിത്. മത്സ്യമാംസങ്ങൾ ഉപേക്ഷിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യുന്ന 50 നോമ്പ് കാലത്തിന്റെ അനുസ്മരണമാണിത്. എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും 50 നോമ്പിനോട് മുന്നോടിയായി കുരിശുവര തിരുനാൾ നടന്നു. പണിക്കൻകുടി സെന്റ് ജോൺ മരിയാവിയാനി പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസഫ് തേനമാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സിറ്റി വിഷൻ, കൊന്നത്തടി. ഒരു ചെറിയ ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ. 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ, വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ
Our shops കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഡിജിറ്റൽ സർവേയിൽ ഇടപെട്ട കുമളി റേഞ്ച് ഓഫീസർ ഇരട്ടയാർ വില്ലേജ് ഓഫീസർക്ക് കത്ത് നൽകിയത് ഗൂഢനീക്കത്തിന്റെ ഭാഗമെന്ന് KPCC സെക്രട്ടറി MN ഗോപി. ഡിജിറ്റൽ സർവേയിലൂടെ സ്വാഭാവികമായും CHR കൃത്യമായി രേഖപ്പെടുത്തുമെന്നിരിക്കെ ഇത്തരത്തിൽ കത്തു നൽകിയത് ഡിജിറ്റൽ സർവേ അട്ടിമറിച്ച നിലവിൽ CHRുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിലനിൽക്കുന്ന കേസ് വനംവകുപ്പിന് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണെന്നും MN ഗോപി ആരോപിച്ചു. ഇരട്ടയാർ വില്ലേജിൽ ഡിജിറ്റൽ സർവേ നടത്തുമ്പോൾ കുത്തകപ്പാട്ട ഭൂമിയും CHRും വേർതിരിച്ച് രേഖപ്പെടുത്തണമെന്ന് കത്ത് കൊടുത്തിരിക്കുകയാണ് കുമളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ. അങ്ങനെ ഒരു കത്ത് കൊടുക്കാൻ ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർക്ക് എന്ത് അധികാരമാണുള്ളത്? ഡിജിറ്റൽ സർവേയിലൂടെ CHRും കുത്തകപ്പാട്ട ഭൂമിയും സ്വാഭാവികമായും വേർതിരിക്കപ്പെടും എന്ന് നിൽക്കുമ്പോൾ ഇങ്ങനൊരു കത്ത് കുമളി റേഞ്ച് ഓഫീസർ കൊടുക്കാൻ എന്ത് അധികാരമുണ്ടെന്ന് വനം വകുപ്പ് വ്യക്തമാക്കും. ഇടുക്കി ജില്ലയിൽ 2,15,721 ഏക്കർ സ്ഥലം CHR ആണെന്നാണ് വനംവകുപ്പ് പറയുന്നത്. യഥാർത്ഥത്തിൽ 15,720 ഏക്കർ മാത്രമാണ് CHRിലുള്ളത്. ഈ കേസ് കോടതിയിൽ നിൽക്കുമ്പോൾ കോടതിയിൽ വനംവകുപ്പിന് അനുകൂലമാക്കി വിധി മാറ്റുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് കുമളി റേഞ്ച് ഓഫീസർ നടത്തിയിട്ടുള്ളത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജലനിധി പദ്ധതിയുടെ ഭാഗമായ മേലെപ്പുരയ്ക്കൽ ശുദ്ധജല വിതരണ പദ്ധതിയിലെ ഉപഭോക്താവിന്റെ പൈപ്പ് കണക്ഷൻ മുന്നറിയിപ്പില്ലാതെ കട്ട് ചെയ്തതായി പരാതി. അടിവാരം സ്വദേശി വരാപ്പള്ളിയിൽ സന്തോഷ് കുമാറിന്റെ കുടിവെള്ള കണക്ഷനാണ് കട്ട് ചെയ്തത്. കൃത്യമായി പണം അടയ്ക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു കണക്ഷൻ കട്ട് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ ജനുവരി വരെ പണം അടച്ചിട്ടുണ്ടെന്നും ഇതിനുശേഷം പണം പിരിക്കുവാൻ കുടിവെള്ള സമിതിയുടെ ഭാഗമായി ആരും എത്തിയിട്ടില്ലെന്നുമാണ് സന്തോഷ് കുമാറിന്റെ വാദം. മുൻകൂട്ടി നോട്ടീസ് നൽകുകയോ മറ്റു മുന്നറിയിപ്പുകൾ നൽകുകയോ ചെയ്യാതെ കണക്ഷൻ കട്ട് ചെയ്തതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നെന്നും ഇവർ പറയും. നമ്മൾ 2017-18 കാലം മുതൽ ഇവിടെ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു കുടിവെള്ള സ്രോതസ്സാണ് കനകക്കുന്ന് നമ്മുടെ ജലനിധി സംരംഭം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഒരു ഇരിക്കുന്ന കമ്മിറ്റിക്കാർ 2 വർഷത്തിലപ്പുറമായി പൊതുയോഗം കൂടുകയോ അതിനകത്ത് കമ്മിറ്റി കൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ ഓടി വരും, അതിൻ്റെ പൈസ അവർ മേടിക്കുക, അവർ കൊണ്ടുപോകും. ഇതായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് അവർ ഈ വീഡിയോ ഒരിടത്തും വരികയോ ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ അവർ ഇപ്പോൾ ഇന്ന് ഓടി വന്നേച്ചാൽ അവരെൻ്റെ അതങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അവർ പറഞ്ഞത് ഞാൻ 5 കൊല്ലത്തെ 6 കൊല്ലത്തെ അടയ്ക്കാനുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഈ ബുക്കിനകത്ത് തന്നെ അവർ കാണിച്ചു തന്നു. കഴിഞ്ഞ ജനുവരി ഞാൻ പൈസ അടച്ചിട്ടുണ്ട്. അതിന് ശേഷം അവരിവിടെ വന്നിട്ടില്ലെന്ന് മാത്രമല്ല ഇത് ഒരു നോട്ടീസ് തരികയോ പൊതുയോഗം കൂടി തീരുമാനമെടുക്കുകയോ ഒരു നോട്ടീസ് തരികയോ ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന് ഒരു 7 ദിവസം മുമ്പ് കണ്ട് തലേദിവസമെങ്കിലും ഒന്ന് വിളിച്ചറിയിക്കാനുള്ള സാമാന്യ മര്യാദ അവർ കാണിച്ചിട്ടില്ല. ഇതിനകത്ത് അവർ വന്ന് കട്ട് ചെയ്തിട്ട് പോയി. നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്യുക, ഞങ്ങൾക്ക് ചെയ്യുക, ഇത് ഞങ്ങളുടെ സ്വന്തമാണെന്നാണ് പറയുക. പ്രസിഡന്റ് എന്ന് പറയുന്നത് ബിജു എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എൻ്റെ സ്വന്തമാണ്, ഞാനാണ് എല്ലാം ചെയ്യുന്നത്, എനിക്ക് 10,000 രൂപ തരാനുണ്ട്, അത് കിട്ടുന്നില്ല, മാസം ശമ്പളം കൊണ്ട് അത് തരുന്നില്ല, ഇതൊക്കെ വന്നിട്ട് കട്ട് ചെയ്തിട്ട് പോയി. ഏത്തയ്ക്കായ്ക്ക് വിലയിടിവ് നേരിടുമ്പോഴും പ്രതിസന്ധിയിലും ഐക്യത്തോടെ മുന്നേറി തണൽ കർഷക സംഘം. വാഴത്തോപ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തണൽ കർഷക സംഘം ഇത് 3ാം വർഷമാണ് മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നത്. വാഴത്തോപ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തണൽ കർഷക സംഘം വിപണിയിലെ വിലയിടിവ് മൂലം ഗുരുതര പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലും ഐക്യത്തോടെ കൃഷി പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 12ഓളം അംഗങ്ങളുള്ള സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കർഷകർ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഏത്തവാഴ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള കൃഷികളാണ് നടത്തിവരുന്നത്. ഏത്തവാഴ കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചെങ്കിലും ന്യായമായ വില ലഭിക്കാത്തത് കർഷകർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നിലവിൽ ലോക്കൽ മാർക്കറ്റിൽ 1 കിലോ ഏത്തക്കായ്ക്ക് ലഭിക്കുന്നത് വെറും 28 രൂപ മാത്രമാണെന്ന് സംഘാംഗങ്ങൾ പറയുന്നു. എന്നാൽ ഒരു ഏത്തവാഴ കൃഷിക്ക് ഏകദേശം 250 രൂപയോളം ചെലവ് വരുന്ന സാഹചര്യത്തിൽ നിലവിലെ കൃഷി ചെലവ് പോലും തിരികെ ലഭിക്കാത്ത അവസ്ഥയാണെന്നും സംഘം പ്രസിഡന്റ് ബാബു ചോറ്റാനി, ലാലു കുന്നംകോട്ട്, ഷിജോ വട്ടാപ്പള്ളി എന്നിവർ പറഞ്ഞു. കൃഷിഭവനിൽ നമുക്ക് ആനുപാതികമായിട്ടുള്ള സഹകരണങ്ങൾ കിട്ടുന്നുണ്ട്, എങ്കിലും അത് പോരായ്മകളുണ്ട് പല കാര്യങ്ങളിലും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും നേരിടുന്ന പ്രതിസന്ധി, നമ്മളിപ്പം കൊല വെട്ടുന്ന സാഹചര്യമാണ്. പക്ഷേ വാഴക്കൊലയ്ക്ക് വില 30 രൂപ താഴെയായി. നമുക്ക് ഉൽപ്പാദന ചെലവ് അനുസരിച്ച് നമുക്കൊരു വാഴക്കൊലയ്ക്ക് എങ്ങനെയായാലും ഒരു 250-300 രൂപ അടുത്ത് നമുക്ക് മുടക്ക് വരും ഇതിൻ്റെ ചിലവ്. പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള നമ്മൾ വിറ്റ് വരെ വരുന്നില്ല. 30 രൂപയ്ക്കൊക്കെ ആവറേജ് റേറ്റിലോ. പഞ്ചായത്തിലും കൃഷിഭവനിൽ നിന്ന് കാര്യമായ സഹായങ്ങൾ ലഭിക്കാത്തതും കർഷകരുടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട്. വിവിധ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി സംഘം സജീവമായി പ്രവർത്തനം എന്നിട്ടും തുടരുന്നു. സംഘാംഗങ്ങളുടെ ഐക്യവും ക്ഷേമവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന തണൽ കർഷക സംഘം കൃഷിയോടൊപ്പം സാമൂഹ്യ ഐക്യത്തിനും പ്രാധാന്യം നൽകുന്ന മാതൃകാ സംഘമാണ്. വർഷത്തിലൊരിക്കൽ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് വിനോദയാത്ര സംഘടിപ്പിക്കും. വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്നതും
ആഴ്ചതോറും ഒത്തുകൂടലുകൾ നടത്തുന്നതുമാണ് സംഘത്തിന്റെ പ്രത്യേകത. പ്രതിസന്ധികൾക്കിടയിലും കൃഷിയോടുള്ള ആത്മവിശ്വാസവും കൂട്ടായ്മയും ശക്തിയും കൈവിടാതെ മുന്നേറുന്ന തണൽ കർഷക സംഘം പ്രദേശത്തെ മറ്റു കർഷകർക്കും പ്രചോദനമാണ്. സിറ്റി വിഷൻ ഇടുക്കി. 2-3 തലമുറയായി കൈവശം വെച്ച് കൃഷി ചെയ്തു വരുന്ന ഭൂമിക്ക് പട്ടയം നിഷേധിക്കപ്പെടുന്നതിനെതിരെ കാന്തിപ്പാറ വില്ലേജിലെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പട്ടയം ലഭിക്കാത്തവരുടെ നേതൃത്വത്തിൽ രാജാക്കാട് ഭൂപതിവ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ കർഷകർ കൂട്ടമായി ഓഫീസിന് മുന്നിലെത്തുകയായിരുന്നു. 2017 മുതൽ പട്ടയത്തിനായി അപേക്ഷ നൽകിയവർക്കാണ് ഇതുവരെ പട്ടയം ലഭിക്കാത്തത്. ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഈ ഭൂമികൾ പിന്നീട് പട്ടയം നൽകാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തെങ്കിലും കാന്തിപ്പാറ വില്ലേജിലെ സബ് ഡിവിഷൻ നമ്പർ 104 ഉൾപ്പെട്ട 25ഓളം കുടുംബങ്ങൾക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത്. പതിറ്റാണ്ടുകളായി കൃഷി ചെയ്തു വരുന്ന ഭൂമിയിൽ നിയമപരമായ അവകാശം ലഭിക്കാതെ തുടരേണ്ടി വരുന്നത് വലിയ അനീതിയാണെന്ന് കർഷകർ പറയുന്നു. അഭിവൃദ്ധികളെ അറിയിക്കുക. കാരണം ഇപ്പോൾ അവരുടെ നിലപാടനുസരിച്ച് അപ്പം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ സഹകരിക്കും. നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നു. പിന്നെ ഭരിക്കുന്ന കക്ഷികളാണെങ്കിലും ഭരണത്തിൽ ഇരിക്കുന്നവർ ഒരു ശ്രദ്ധയപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഇതുമായിട്ട് ഞങ്ങളെ സമര നടപടിയായിട്ട് മുന്നോട്ട് പോകുന്ന പട്ടയം വിതരണം വൈകുവാൻ കാരണം മുമ്പ് നൽകിയ ചില പട്ടയങ്ങൾ ക്രമരഹിതമാണെന്ന ആക്ഷേപമാണെന്നും കർഷകർ പറയുന്നു. ഇതിനെ തുടർന്ന് വിഷയത്തിൽ വ്യക്തത വരുത്തുന്നതിനായി പ്രത്യേക സർവേ നടത്തി സ്കെച്ച് തയ്യാറാക്കി പട്ടയം നൽകണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം താലൂക്ക് സർവേ സൂപ്രണ്ട് ഓഫീസിൽ നിന്നും സ്കെച്ചുകൾ തയ്യാറാക്കിയെങ്കിലും ഇതിനുശേഷം തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് കർഷകരുടെ ആരോപണം. പട്ടയം ലഭിക്കാത്തതിനെ തുടർന്ന് നിരവധി കർഷകർക്ക് ബാങ്ക് വായ്പ ലഭിക്കാതെയും കൃഷി വികസന പദ്ധതികളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതായും വരുന്നു. അപ്പൂപ്പന്മാരുടെ കാലം മുതൽ കൃഷി ചെയ്തു വരുന്ന മണ്ണിലാണ് ഇന്ന് അവകാശം ചോദിച്ച ഓഫീസുകൾ കയറേണ്ടി വരുന്നതെന്ന് കർഷകർ. പട്ടയം കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. 2017 കാലഘട്ടത്തിൽ ഞങ്ങൾ പട്ടയ ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് നാളിതുവരെയായിട്ട് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. പ്രതിഷേധത്തിനിടെ കർഷകർ അവരുടെ ആവശ്യങ്ങൾ എഴുതി തയ്യാറാക്കിയ നിവേദനം ഭൂപതിവ് ഓഫീസ് അധികൃതർക്ക് കൈമാറി. എന്നാൽ നിലവിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായിട്ടുണ്ടെന്നും ഭൂമികളുടെ രേഖകൾ പരിശോധിച്ചു വരികയാണെന്നും ഈ മാസം 25-ന് ശേഷം പട്ടയ നടപടികൾ പുനരാരംഭിക്കുമെന്നും ഡെപ്യൂട്ടി തഹസിൽദാർ വ്യക്തമാക്കി. നേരത്തെ അവിടെ പട്ടയം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് ക്രമരഹിതമായി പട്ടയം നൽകി എന്നുള്ള ഒരു ആക്ഷേപം വന്നു കഴിയുമ്പോൾ മൊത്തമായി പരിശോധിച്ച് സർവേ ചെയ്ത് പ്രത്യേകമായിട്ട് സ്കെച്ചുകൾ ഉണ്ടാക്കി പട്ടയം കൊടുക്കുന്നതിന് കളക്ടർ ഒരു നിർദ്ദേശം വന്നു. അതിൻ്റെ ഭാഗമായിട്ട് നെടുങ്കണ്ട സർവേ സൂപ്രണ്ട് ഓഫീസിൽ നിന്ന് സ്കെച്ചുകൾ തയ്യാറാക്കുകയും എന്നാൽ അത് ഫൈനലൈസ് ചെയ്ത് തന്നില്ല. അതിനകത്ത് ചില അനോമലികൾ ഉള്ളത് കാരണം നിലവിൽ അത് വെച്ചിട്ട് കളക്ടർ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം വന്നതിൻ്റെ പുറത്ത് ഇപ്പോൾ ഡിജിറ്റൽ സർവേ അവിടെ പൂർത്തിയായിട്ടുണ്ട്. ആ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ നോക്കിയിട്ട് ഇൻഡിവിജ്വലായിട്ട് സ്കെച്ചുകൾ തയ്യാറാക്കി പട്ടയം നൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ 25-ാം തീയതി കഴിഞ്ഞിട്ട് ഉടൻ തന്നെ നമ്മൾ അതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേക വർക്കുകൾ 104 തുടങ്ങുന്നതായിരിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ പട്ടയ വിതരണം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കുമെന്നും വർഷങ്ങളായി നീളുന്ന പട്ടയ പ്രശ്നത്തിന് ഈ മാസം തന്നെ പരിഹാരമുണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. സിറ്റി വിഷൻ രാജാക്കാട്. കഞ്ഞിക്കുഴി SN വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകളുടെ അനുമോദന യോഗവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ലഫ്റ്റനന്റ് കേണൽ ബിനു TM വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും സ്നേഹവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മഹത്തായ ദേശീയ യുവജന സംവിധാനമാണ് NCC. കഞ്ഞിക്കുഴി ശ്രീനാരായണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NCC കേഡറ്റുകളുടെ അനുമോദന യോഗവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. സ്കൂൾ മാനേജർ ബിജു മാധവൻ അധ്യക്ഷത വഹിച്ച യോഗം ലഫ്റ്റനന്റ് കേണൽ ബിനു TM ഉദ്ഘാടനം ചെയ്തു. ഇത് വെറും ഒരു സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങല്ല. NCC എന്നാൽ അതൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അല്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ അറിയാതെ തന്നെ കുറച്ച് വാല്യൂസ് തരാൻ ഈ ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത്. അതാണ് നമുക്കൊക്കെ അറിയാം. ഡിസിപ്ലിൻ, ഡെഡിക്കേഷൻ, ഡ്യൂട്ടി, പെട്രിയോട്ടിസം, സെൽഫ്ലെസ് സർവീസ്, ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സ്. അതായത് നിങ്ങളെ ഒരു നല്ല പൗരനാക്കുക എന്നുള്ളതാണ് NCC എന്ന ഓർഗനൈസേഷന്റെ മെയിൻ ഉദ്ദേശം. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ നേർന്ന സ്കൂൾ HM മിനി ഗംഗാധരൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ രാജി ജോസഫ്, VHSC പ്രിൻസിപ്പൽ ബൈജു MP, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദീപ ജോസഫ്, സജീവ് ഈട്ടിക്കൽ, PTA പ്രസിഡന്റ് കലേഷ് രാജു, MPTA പ്രസിഡന്റ് മിനി ജെയിംസ് എന്നിവർ സംസാരിച്ചു. നിരവധി രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 14,340 രൂപ, പവന് 1,14,720 രൂപ, വെള്ളി ഗ്രാമിന് 280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി രാജാക്കാട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനം പുറകോട്ടുരുണ്ട് കാറിലിടിച്ച അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാർ ഷട്ടർ തകർത്ത് സമീപത്തുണ്ടായിരുന്ന ബാങ്കിലേക്ക് ഇടിച്ചു കയറി. ബാങ്കിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. അടിമാലി മേഖലയിലെ ദേവിയാർ പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് തുടരുന്നു. വിവിധയിടങ്ങളിൽ ശുചിമുറി മാലിന്യങ്ങളടക്കം പുഴയിലേക്ക് തള്ളി. പുഴയെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് പഞ്ചായത്ത് ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി. കാട്ടുകൊമ്പൻ പടയപ്പ മതപ്പാടിൽ തുടരുന്ന സാഹചര്യത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ്. മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ അന്തർ സംസ്ഥാന പാതയിലിറങ്ങി പരാക്രമം നടത്തി. കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആറാട്ടിയും നിരീക്ഷിക്കുന്നു. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കാൻ നീക്കം. സംസ്ഥാനത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 സീറ്റുകൾ കുറയുമെന്ന് സൂചന. ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ ജോയി വെട്ടിക്കുഴിക്ക് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.